ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് അഥവാ നമ്മുടെ ബെൻറ്റോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് എല്ലാം ഇട്ടിട്ട്, അപ്പോൾ പിന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് തന്നെ വരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് ഈ ലഞ്ച് ബോക്സ് കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു ബൗളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചിട്ട് മാറ്റി വെക്കണം. ശേഷം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. സാധാ കേക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലഞ്ച് ബോക്സ് കേക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ 2 ബെൻറ്റോ കേക്ക് ചെയ്തെടുക്കാനായിട്ട് 1/2 kg കേക്കിൻ്റെ മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു കൊറിയൻ ലഞ്ച് ബോക്സ് ആണ് വേണ്ടിയതെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ മെഷർമെൻറ്റും പകുതിയായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഒരു ലഞ്ച് ബോക്സ് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലഞ്ച് ബോക്സ് കേക്കിന് തന്നെയാണ് കേട്ടോ ബെൻറ്റോ കേക്ക് എന്നും പറയുന്നത്. ഈ 2 പേരിലാണ് ഈ കേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് എടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഞാൻ പറഞ്ഞ അളവിൽ തന്നെ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും നമ്മൾ കേക്കിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ പിന്നെയും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ അങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്പാച്ചുല അല്ലാതെ വിസ്കും യൂസ് ചെയ്തുകൂടെയെന്ന്. വിസ്കും യൂസ് ചെയ്യാം. വളരെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ വിസ്ക് യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ഞാനിതിൽ വിസ്ക് യൂസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരേ ഡയറക്ഷനിൽ പതിയെ അങ്ങ് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യരുത്, ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാച്ചുലേനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഇതേപോലെ ചെറിയ സൈസിലുള്ളൊരു കേക്ക് ടിൻ ഉണ്ട്. ഇതിൻ്റെ ഇഞ്ചും എനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഇതൊരു 3 ഇഞ്ച് ഉണ്ടാകും, അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ചുറ്റിലായിട്ട് ഞാൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കാതെ കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒരു പകുതി ഭാഗം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതേപോലെ ചെറിയ മോൾഡ് ഇല്ലാത്തവർക്കായിട്ട് വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. വേറൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഞാൻ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചിട്ട് അതും കൂടിയാണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാധാ കേക്ക് പോലെ തന്നെയുള്ള എല്ലാ പ്രൊസീജിയറും അതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ചെറിയൊരു സൈസാണെന്നുള്ള ആ കേക്കിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ സാധാ കേക്കിൻ്റെ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. കേക്കിന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത പാനിലോ ഓവനിലോ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് ഈ ഒരു കേക്ക് 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് മാറാനുള്ള ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ ക്രീം മതിയാവും. ഞാൻ 1/2 കപ്പ് കൂടാതെ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ക്രീം മതിയാവും. അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കേക്കിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് നമ്മുടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു കട്ടർ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 7 അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്, 8 വേണ്ട 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ബേസിൽ നിന്ന് 2 എണ്ണം കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു 6 ഇഞ്ചിൻ്റെ ആയതിൻ്റെ പേരിൽ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ട് അങ്ങ് കണ്ടില്ലേ മുറിഞ്ഞ് കിട്ടും. പക്ഷെ നമ്മളത് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ അറിയൊന്നുമില്ല കേട്ടോ. നിങ്ങളത് കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ തോന്നും ഇത് ഐസിങ് ചെയ്തെടുത്താൽ എങ്ങനെ ശരിയാവാന്ന്. പക്ഷെ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു സൈഡ് കട്ടായി പോയ ഒരു കേക്കാണെന്ന് പറയേ ഇല്ല. അപ്പോൾ ശരി, ഇനി എല്ലാ കേക്കും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാലാണ്. പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിൽ പാലും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് വെറ്റ് ചെയ്യുന്നത്. വെറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ക്രീം ആക്കിയതിന് ശേഷം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാലറ്റ് നൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്പൂണോ ചെറിയൊരു കത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം സാധാ കേക്ക് പോലെ അത്രയും പെർഫെക്ഷൻ വേണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്ര പെർഫെക്ഷൻ അല്ലാത്ത എന്നാൽ ഒരു അടിപൊളി പെർഫെക്റ്റ് കേക്ക്, അതാണ് എനിക്ക് കൊറിയൻ ലഞ്ച് ബോക്സിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫില്ലിംഗ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, സാധാ ഒരു വാനില ഫ്ലേവറിലുള്ള കേക്ക് പോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും മാറ്റി വെക്കുന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ബോക്സിലോട്ട് മാറ്റി വെക്കണം. അപ്പോൾ ബോക്സിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബട്ടർ പേപ്പറിലാണ് ഈ ഒരു കേക്ക് വെക്കുക, എന്നിട്ടാണ് നമ്മൾ ബോക്സിലോട്ട് മാറ്റുക. അപ്പോൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ പതിയെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ഈസിയാണ് കാണാനായിട്ട്. നമുക്ക് തെന്നി വീഴുമെന്നൊക്കെ ഒരു പേടിയുണ്ടാകും, പക്ഷേ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഈ ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ നേരെ തിരിച്ചായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ അടച്ചു വെക്കുന്ന ഭാഗത്താണ് ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ കറക്റ്റായിട്ടാണ് വെക്കാനായിട്ട് പോരുന്നത്, പിന്നെ ഞാൻ തിരിച്ചിട്ട് അങ്ങ് വെച്ച് കൊടുത്തു പോയി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഡെക്കറേഷന് 2 കേക്കും ഒരുമിച്ച് ചെയ്തെടുക്കാമെന്ന് കരുതി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കേക്കും അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, രണ്ടാമത്തെ കേക്ക് ഒരു സൈഡ് ചെറുതായിട്ട് കട്ടായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിത് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല, എല്ലാം ഒന്ന് സ്പീഡിൽ അങ്ങ് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു ലാസ്റ്റ് കേക്കിൻ്റെയും ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ ആദ്യത്തെ കേക്ക് എടുത്തതിന് ശേഷം നമ്മൾ റെഡ് കളറാക്കിയിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് കേക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡെക്കറേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ അതേ സെയിം മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്ന ലഞ്ച് ബോക്സ് കേക്കിനും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ കേക്കും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോയാണ്. ഈ ഡെക്കറേഷൻ എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ 2 കേക്കും ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതുവരെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നും കൂടി പറയണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കേക്കിൽ ഞാൻ ഈദ് മുബാറക് എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ ചെയ്തെടുക്കാനായിട്ട്. അത് ഇൻഗ്രീഡിയൻസ് ഇല്ല, കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്